ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോയുമായി വന്നിരിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 മലയാളം വീക്കെൻഡ് എപ്പിസോഡ്. നമ്മുടെ ലാലേട്ടൻ പോളി പൂക്കളമിട്ടുള്ള ഷർട്ടുമായിട്ട് വന്ന് തീപ്പൊരി പാറിച്ചിരിക്കുകയാണ് ഈ ആഴ്ച. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വരാം. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ലാലേട്ടൻ വരുന്നു, അതിഗംഭീരമായിട്ട് വന്നു കുറച്ച് കാര്യങ്ങൾ പറയുന്നു. വീടിനുള്ളിലെ ഭാഷ, പെരുമാറ്റം, സാധനങ്ങൾ നശിപ്പിക്കുക, ഇതെല്ലാം ശരിയാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അവിടുത്തെ വൃത്തി ഇല്ലായ്മയെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ നേരെ വീടിനകത്തുള്ള കഴിഞ്ഞ ആഴ്ച കാര്യങ്ങൾ കാണിച്ചു തരുന്നു. ഗംഭീരമായ കാഴ്ചയായിരുന്നു. ആ ഒരാഴ്ച തെറിയും ബഹളവും അടിയും ഭയങ്കരമായ ടാസ്കുകളും കാര്യങ്ങളുമായിട്ട് ഒരുപാട് മുറിവുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് സൂപ്പറായിട്ടാണ് അതിനകത്ത് നിന്നത്. അത് കഴിഞ്ഞ് ലാലേട്ടൻ വന്ന് നേരെ വീടിനകത്തോട്ട് കയറുന്നു. ആദ്യമായി ലാലേട്ടൻ ചർച്ച ചെയ്തത് ആ വീട്ടിലെ ശുചിത്വത്തിനെ പറ്റിയിട്ടാണ്. ലാലേട്ടൻ ആര്യനെ വിളിക്കുന്നു, എല്ലാരെയും വിളിച്ച് അവിടുത്തെ ശുചിത്വത്തെ പറ്റി സംസാരിച്ചതിന് ശേഷം എല്ലാവരും പുറത്തു പോകും, എനിക്ക് ആ വീട്ടിലോട്ട് വന്ന് അവിടുത്തെ ശുചിത്വം എന്താണെന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടുന്ന് എല്ലാവരെയും പുറത്താക്കുന്നു. ലാലേട്ടൻ നേരിട്ട് നമ്മുടെ സ്പൈക്കുട്ടനുമായിട്ട് അകത്ത് കയറി ഓരോ സ്ഥലങ്ങളും ചെക്ക് ചെയ്യുന്നു. അടുക്കളയിൽ ഒരു പാത്രത്തിൽ അഴുക്ക് എല്ലാം കഴിച്ചിട്ട് അതുപോലെ വെച്ചിരിക്കുന്നു. ബെഡ്റൂമിൽ അവിടെ ചെന്നപ്പോൾ ബെഡുകൾ എല്ലാം മടക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് 1-2 ബെഡ് അതുപോലെ വൃത്തികേടായിട്ടിരിക്കുന്നു. ഇതിലെല്ലാം കോമഡി, അതിൽ ആ ഒരു ബെഡ് ആ ആഴ്ചയിലെ ക്യാപ്റ്റനായ ആര്യന്റെയാണ്. ഇതിനെല്ലാം മുമ്പ് ആര്യനിട്ട് ഒരു പണി കൂടെ വന്നു. എന്താണ്? നമ്മുടെ നവീൻ ആര്യന്റെ സ്റ്റാറിന്റെ ബാഡ്ജ് അടിച്ചു മാറ്റി മരത്തിന്റെ മുകളിൽ വെച്ചു. അത് ലാലേട്ടൻ പോയപ്പോൾ അങ്ങ് കൈയോടെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ലാലേട്ടൻ തിരിച്ച് എല്ലാവരെയും കേട്ടിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ വൃത്തി ഇതാണോ? നിങ്ങളുടെ വീട്ടുകളിൽ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ കാര്യം? ഇങ്ങനെ നിങ്ങൾ ചെയ്യരുതോ? നിങ്ങൾ എല്ലാ സ്വന്തം വീടുകളിൽ ഇങ്ങനെ ഒക്കെ ചെയ്യുന്ന ആളുകളാണോ? ശാരികയും ആര്യനെയും എല്ലാം പറയുന്നു. അതിനുശേഷം ലാലേട്ടൻ നേരെ അക്ബറിലേക്ക് വരുന്നു. അക്ബറിന്റെ സ്വഭാവം, അക്ബറിന്റെ ദേഷ്യം, അക്ബർ അവിടെ ഇരുന്ന തലാണ അനീഷിനെതിരെ വലിച്ചെറിഞ്ഞതിനെ പറ്റി ചോദിക്കുന്നു. അതിനുശേഷം അനീഷിനോടും ചോദിക്കുന്നു ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അക്ബറിനോട് പറയുന്നു, കൺഫെഷൻ റൂമിലോട്ട് വരൂ, എനിക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ അക്ബറിനെ നേരെ കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്നു. അക്ബർ കൺഫെഷൻ റൂമിൽ എത്തിയപ്പോൾ ഒരു കോളിലൂടെ ഒരു ശബ്ദം, അക്ബറേ എന്ന്. അക്ബറിന്റെ കണ്ണ് നിറയുന്നു. അത് അക്ബറിന്റെ ഉമ്മയായിരുന്നു. ഉമ്മയുമായിട്ടുള്ള സംസാരത്തിൽ അക്ബറിനോട് ഉമ്മ പറയുന്നു, മോനെ, നീ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോൾ നീ കളിയും ചിരിയുമായിട്ടാണ് ഇരുന്നത്. നീ അവിടെ ചെന്നിട്ട് നിനക്ക് എങ്ങനെ ഇത്ര ദേഷ്യങ്ങളുണ്ടായി? നീ ആള് തന്നെ മാറിപ്പോയി. നീ നോക്കി കളിക്കണം, ദേഷ്യം കുറയ്ക്കണം. അക്ബറിന് സഹിക്കാൻ പറ്റുന്നില്ല. അക്ബർ പൊട്ടിക്കരഞ്ഞു, മാപ്പ് പറഞ്ഞു. അമ്മയോടും പ്രേക്ഷകരോടും ഉപ്പയും അന്വേഷിച്ച് ഉപ്പയോടും മാപ്പ് പറഞ്ഞു. അത് കണ്ടിരുന്ന കണ്ടസ്റ്റൻസും കരഞ്ഞു. ഇത് കഴിഞ്ഞ് അക്ബറിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾ ദേഷ്യം അടക്കുക, ഉമ്മ എന്തു പറഞ്ഞു? അക്ബർ സ്വയം തിരുത്തി എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയുള്ള ആഴ്ചകളിൽ അക്ബർ ഇനി വെറും താഴ്ന്ന ലെവലിൽ കളിക്കുമോ അതോ വീണ്ടും ഉഷാറായിട്ട് കളിക്കുമോ? തന്റെ തെറ്റുകൾ ലാലേട്ടനും ഉമ്മയും പറഞ്ഞത് കളി നിർത്താനല്ല അക്ബർ, നിങ്ങളുടെ കഴിവനുസരിച്ച് മുന്നേറുക എന്നുള്ളതാണ്. പക്ഷേ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, പ്രവൃത്തികൾ സൂക്ഷിച്ച് ട്രിഗർ ചെയ്ത് കൊണ്ടുപോവുക. നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥി തന്നെയാണ്. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ഒനീലിനെയും ആര്യനെയും നമ്മുടെ അഭിശ്രയെയും വിളിക്കുന്നു. ഒനീൽ റെന ഫാത്തിമയായിട്ടുള്ള വഴക്കിനെ പറ്റി സംസാരിക്കുന്നു. ശരിക്കും അതൊരു വളരെ വൃത്തികെട്ട ഒരു വാക്കാണ് അവിടെ നിന്ന് പ്രവർത്തിച്ചത്. ഒനീൽ അടിക്കാൻ വേണ്ടി കുപ്പി എടുത്ത് കാണിച്ച് ആക്ഷൻ കാണിക്കുന്നു. ഒനീൽ, നിങ്ങളൊരു നല്ല വ്യക്തിയായിരുന്നു, പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് വളരെ മോശമായ വാക്കുകളാണ്. ആര്യനോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ആര്യനോട് മലയാളി അല്ലെങ്കിലും ആര്യന്റെ ചില കാപട്യങ്ങൾ അവിടെ വളരെ മോശമാണ്, വായിൽ നിന്ന് വരുന്ന വാക്കുകൾ. അഭിശ്രീ ഏറ്റവും നല്ലതായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷേ അഭിശ്രീക്ക് മുൻകോപവും എടുത്തുചാട്ടവും വളരെ കൂടുതലാണ്. അതുപോലെ ആ എടുത്തുചാട്ടത്തിൽ വരുന്ന വാക്കുകളും വളരെ മോശമായ രീതിയിലാണ്. ഇത് കണ്ടറിഞ്ഞ് കളിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നതാണ്. അതിനുശേഷം ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ഒരുമിച്ച് പറയുന്നു,
മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ ഇത് അവസാന വാണിംഗ് ആണ്. നിങ്ങൾക്ക് സ്പോട്ട് എവിക്ഷൻ ചെയ്യാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല, ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് കളിക്കുക. നമ്മുടെ ലാലേട്ടന്റെ മുണ്ടു മടക്കി കുത്തിയുള്ള 7ന്റെ പണിയായിട്ടുള്ള ഡയലോഗ് തന്നെയായിരുന്നത്, നമ്മൾ സിനിമകളിൽ കാണുന്ന ഡയലോഗ്. പക്ഷേ എനിക്കിതിൽ പേടിയാകുന്ന ഒരു കാര്യമുണ്ട്. കാര്യം, ഒരു ബിഗ് ബോസ് ആരാധകൻ എന്ന നിലയിൽ ആ വീടുകളിൽ ഇപ്പോൾ എല്ലാവരുടെയും ചൂടാവുക, ദേഷ്യപ്പെടുക, കളിയെല്ലാം പറ്റി തുറന്നു കാണിച്ചു. അതിലൂടെ അവർ അവരുടെ ഗെയിമിൽ നിന്നും പിന്നോട്ട് പോകുമോ എന്ന്. നാളെ മുതൽ ഇനിയും ആ വീടൊരു ഓണവില്ലാകുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണെന്ന് എനിക്കറിയാം. എല്ലാ ബിഗ് ബോസ് ഹൗസുകളിലും ഇതുപോലെ ഹിന്ദിയിലൊക്കെ തെറിയും ബഹളവും ഇതെല്ലാം ഉള്ളതാണ്. പക്ഷെ മലയാളികൾ കുറച്ചും കൂടെ ഇമോഷണൽ ആയതുകൊണ്ടാണ് ഇതിനെല്ലാം കണ്ടിക്കേണ്ടി വരുന്നത്. സോ നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പ്രേക്ഷകരായ നിങ്ങളോട് പറയാനുള്ള അഭിപ്രായം, ഇത് ആ ഗെയിമാണ്. അതിനകത്തൊരു പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന അരിമണി പോലെയാണ്. എല്ലാവരുടെ തലയും പ്രഷർ കയറ്റി കൊണ്ടുവന്നിട്ട് അവർ കാണിക്കുന്നതാണ്. ലാലേട്ടൻ പറയുന്ന പോലെ അതിൽ നിന്ന് പുതിയൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അവരുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവും പോസിറ്റീവും പുറത്തു വരുന്ന ഒരു ഇടമാണ്. അതുകൊണ്ട് ലാലേട്ടൻ പരസ്യമായി എല്ലാവരോടും മാപ്പ് പറഞ്ഞു. ലാലേട്ടൻ ഇവർ ചെയ്ത തെറ്റിന് ലാലേട്ടൻ മാപ്പ് പറഞ്ഞു. അതിനുശേഷം ലാലേട്ടൻ ഇവിടുത്തെ പണിപ്പുര ടാസ്കുകളായ 3 ടാസ്കുകളെ പറ്റി സംസാരിച്ചു. അതിലൂടെ ആര്യന്റെ കള്ളത്തരങ്ങൾ, ആര്യൻ അവിടെ കാണിച്ചു കൂട്ടിയ അവരുടെ നിലപാടില്ലായ്മ, നിലപാട് മാറ്റൽ, അതിനെപ്പറ്റി കൃത്യമായി പൊളിച്ചടുക്കി കൈ കൊടുത്തു. വളരെ നല്ല കാര്യം ലാലേട്ട. അതുപോലെ തന്നെ ആ ഗെയിം കളിക്കാൻ 3 പേരെ കൃത്യമായിട്ട്, എന്ത് ഗെയിമിനും 3 പേരെ മാത്രം സെലക്ട് ചെയ്ത് വരുന്ന ആ ഒരു വീട്ടിലെ കണ്ടസ്റ്റൻസിനെ പൊളിച്ചടുക്കി. വളരെ നല്ല കാര്യം. അഭിശ്രീ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഗെയിം കളിക്കണം. നവീനെയും അഭിശ്രീയെയും മാറ്റി നിർത്തുന്നത് അവരുടെ ശാരീരിക ഘടന കൊണ്ടാണ്. അവർക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നുള്ള വെറും വിദ്യാബോധം കൊണ്ടാണ്. അവർക്ക് അവസരം കൊടുക്കണം. ഇനിയുള്ളവർക്ക് കോമൺ ആയിട്ട് വോട്ടെടുപ്പ് വന്നാൽ എല്ലാവരും സെലക്ട് ചെയ്യുന്നത് ജിസേൽ, ആര്യൻ അല്ലെങ്കിൽ അനീഷ് സ്വന്തമായിട്ട് അവർ ഏറ്റെടുക്കും. സോ അത് മാറണം. എല്ലാവരും ഗെയിം കളിച്ചാൽ അവരവരുടെ ഗെയിം പുറത്തു കൊണ്ടുവരണം. ഇവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു ഇതുമില്ല. എല്ലാവരും ഗെയിം കളിച്ച് അവരവരുടെ വോട്ടും അവരവരുടെ ഇഷ്ടങ്ങളും പ്രേക്ഷകരിൽ നിന്നും നേരിടണം. അവസാനം നോമിനേഷൻ സമയത്ത് നോമിനേഷന്റെ കാര്യങ്ങൾ കാർഡെടുക്കാനായിട്ട് നമ്മുടെ കലാഭവൻ സരികയെ സ്റ്റോർ റൂമിലേക്ക് വിടുന്നു. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശാരികയ്ക്ക് വെളിയിൽ വരാൻ പറ്റുന്നില്ല, ഡോറ് ക്ലോസ്. എല്ലാവരും ശാരികയെ തിരയുന്നു. അതിനിടയിൽ ജിസേൽ പറയുന്നുണ്ട്, ഇത് എവിക്ഷൻ ആണ്. ആരും അത് വിശ്വസിക്കുന്നില്ല. സ്റ്റോർ റൂമിന്റെ മറ്റൊരു വാതിൽ തുറന്ന് ശാരികയെ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലാലേട്ടൻ വരുന്നു, പറയുന്നു ശാരിക എഫക്റ്റ് ആയിരിക്കുന്നു. അങ്ങനെ കലാഭവൻ സരിക അവിടുന്ന് പുറത്തായി. എല്ലാവർക്കും യാത്ര പറഞ്ഞു. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക. ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്നാൽ ഇന്നും ഒരു എവിക്ഷൻ ഉള്ളു എന്നുള്ളതാണ്. അവിടുത്തെ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു എവിക്ഷനോടെ ഉണ്ട്. അത് മറ്റാരുമല്ല, ശാരികയാണ് എന്നാണ് അറിഞ്ഞാൻ കിട്ടിയ അവസരം. സോ ഇന്നത്തെ ചൂടുള്ള എപ്പിസോഡുകൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.